മലപ്പുറം MSP ക്യാമ്പിനടുത്ത് ലോറി തലകീഴായി മറിഞ്ഞു. പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇംതിയാസ് കരീം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇംതിയാസ്, ഈ ലോറിയിലെ ജീവനക്കാർക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ? അപകടകരമായ സാഹചര്യം ഉണ്ടോ? ദിവീഷ്മണി, ഏകദേശം ഒരു അരമണിക്കൂർ മുൻപാണ് മലപ്പുറം ഈ MSP ക്യാമ്പിന് കുറച്ച് പരിസരത്തായിട്ട് ആ റോഡ് കഴിഞ്ഞ് പാലക്കാട്ടേക്ക് പോകുന്ന റൂട്ടിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്. ആ ലോറിയുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പാലക്കാട്ടേക്ക് പോകുന്ന നാഷണൽ പെർമിറ്റ് വണ്ടിയാണിത്. ഇതിൻ്റെ ഡ്രൈവർ ഒരു തമിഴ്നാട് സ്വദേശി തന്നെയാണ്. അദ്ദേഹത്തിന് വേറെ അങ്ങനെ കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല, ചെറിയ പരിക്കാണുള്ളത്. തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ MSP ക്യാമ്പ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു കുറച്ചധികം വലിയ ഒരു വളവുണ്ട്, കുറച്ച് പ്രയാസകരമായ ഒരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞ് വരുന്നതിനിടയ്ക്കാണ് ഈ തരത്തിൽ ലോറി തലകീഴായി മറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇവിടെ ഈ ഭാഗത്ത്, ഈ കല്ലുകളൊക്കെ കാണുന്ന ഭാഗത്തൊരു മതിലുണ്ടായിരുന്നു. ആ മതിൽ തകർത്ത് താഴേക്ക് പതിച്ചു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഈ വളവ് കഴിഞ്ഞ് വരുന്നതിനിടയ്ക്ക് നിയന്ത്രണം വിട്ടതാവാം എന്നതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. നിയന്ത്രണം വിട്ട് ഒരു പക്ഷേ താഴേക്ക് മറയുകയായിരുന്നു എന്നുള്ളതാണ് കാര്യം. ഇതിൽ ലോഡുമുണ്ട്. എന്താണ് ലോഡെന്ന് കൃത്യമായ പക്ഷേ ഇതിൽ ലോഡുണ്ട്. ലോഡുള്ള വണ്ടിയാണ്. ലോഡുമായിട്ടാണ് പാലക്കാട്ടേക്ക് പോകുന്നത്. ആ സമയത്ത് ഒരു പക്ഷേ ആ വളവിൻ്റെ ഒരു വ്യാപ്തിയോ അതല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാകാത്ത വിധം വന്നതുകൊണ്ടാവാം ഇങ്ങനെയൊരു അപകടമെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ ഡ്രൈവർ ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. ഇതാണ് ആ മതിൽ. ഈ മതിൽ ഇങ്ങ് വരെ ഉണ്ടായിരുന്നു. ആ മതിലിൻ്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും താഴേക്ക് പതിച്ചിട്ടുള്ളത്. ഇതുമൂലം ഇവിടുത്തെ വൈദ്യുതിയൊക്കെ താറുമാറായ അവസ്ഥയുണ്ട്. കാരണം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ഈ വൈദ്യുതി ലൈനിൽ തട്ടി വീണതോടുകൂടി പോസ്റ്റും വൈദ്യുതി ലൈനും ഒക്കെ താറുമാറായ അവസ്ഥയാണുള്ളത്. തൊട്ടിപ്പുറത്തൊരു ഫ്ലെക്സ് ബോർഡ് ഉണ്ട്. വലിയ കമ്പിയൊക്കെ കെട്ടി ഉണ്ടാക്കിയ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ട്. ആ ഫ്ലെക്സ് ബോർഡിൻ്റെ ഒരു ഭാഗവും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇവിടെ ഉള്ളത്. ഈ രണ്ട് ടീമും ചേർന്നുകൊണ്ട് ഈ വാഹനത്തിലുള്ള ഇന്ധനമൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണത്. കാരണം ഇങ്ങനെ തലകീഴായി കിടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാവരുത് എന്ന് കരുതിയാണ് വളരെ നേരത്തെ തന്നെ ആ ഇന്ധനമൊക്കെ മാറ്റുന്ന ജോലി ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യം അതിൽ കഴിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് ഈ ലോറി നിവർത്തണം. അതും കുറച്ച് അടുത്ത മണിക്കൂറുകളിൽ ലോറി നിവർത്തുകയും ചെയ്യും. ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഡ്രൈവർക്ക് കാര്യമായി പരിക്കൊന്നും പറ്റിയിട്ടില്ല. ചെറിയ പരിക്ക് മാത്രമാണ് ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. ദിവിഷ്മൻ, ശരി. ഇംതിയാസാണ് വിവരങ്ങൾ നൽകിയത്. ഡ്രൈവർക്ക് ചെറിയ പരിക്കുണ്ട്. വാഹനം മറിഞ്ഞു. അതിലെ എണ്ണയൊക്കെ നീക്കം ചെയ്ത ശേഷം വാഹനം മേൽപോട്ട് ഉയർത്തും. പക്ഷേ വൈദ്യുതി ലൈനൊക്കെ തകർത്തതുകൊണ്ട് ആ മേഖലയിൽ വൈദ്യുതി തടസ്സവും ഉണ്ടായിട്ടുണ്ട്.